വെൽക്കം ടു കുഞ്ഞെടുക്കള. അപ്പോൾ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല പ്രോട്ടീനും ഫൈബർ റിച്ചുമായിട്ടുള്ള ഒരു വാഴക്കൂമ്പ് തോരനാണ്. അപ്പോൾ തേങ്ങയൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഹെൽത്തി ആയിട്ടുള്ള ഈ തോരന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാഴപ്പൂ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് ഇതിന്റെ കറയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതേ ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കഴിവതും വെളിച്ചെണ്ണ എടുക്കുക. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി എൻ്റെ കയ്യിലില്ല. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ തോലൊന്നും കളഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ ചതച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ തേങ്ങയൊന്നും ചേർക്കാത്തത് കൊണ്ട് ഈ ഒരു സമയത്ത് വെളുത്തുള്ളി ചതച്ചതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവിന് നമ്മൾ ഈ പച്ചമുളക് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതൊന്ന് വാടി വരട്ടെ. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴപ്പൂ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വാഴപ്പൂ ഇടുന്നതിന് മുമ്പേ മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ, ഞാനങ്ങ് മറന്നു പോയതാണ്. ഉള്ളിയൊക്കെ ഒന്ന് വാടി കഴിയുമ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം വാഴപ്പൂ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് തേങ്ങയ്ക്ക് പകരം ചെറുപയറാണ്. അപ്പോൾ ഈ ചെറുപയർ ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അധികം കുഴഞ്ഞു പോവാത്ത രീതിയിൽ ഇതേപോലെ വേവിച്ചെടുക്കുക. എന്നാൽ അത്യാവശ്യം വെന്തിരിക്കുകയും വേണം. അപ്പോൾ ആവശ്യത്തിനുള്ള ചെറുപയറും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എടുക്കുന്ന വാഴപ്പൂവിനനുസരിച്ചുള്ള ചെറുപയറിന്ന് ഇട്ട് കൊടുക്കണം, എന്നാലും ഒരുപാടങ്ങ് വേണ്ട. ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ചെറുപയറിന് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം പൂവിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, സിമ്മിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ പയർ ഒന്ന് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ വാഴക്കൊമ്പ് ഒന്ന് പകുതി വേവായതിനു ശേഷം വെന്ത പയർ ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പയറങ്ങ് കുഴഞ്ഞു പോകും. ഇനി ഒന്നുകൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം വാഴപ്പൂക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഈ വാഴപ്പൂ തോരൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്